യഥാർത്ഥ മെഡിക്കൽ മിറാക്കിൾ എന്താണെന്നേ അവനറിയാൻ പോണേയല്ല. അമ്മാവാ, ഇനിയിപ്പൊ അഥവാ ഉത്തമയുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഞാനാ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം പറയല്ലേ. ചതിയുടെ ഇടയിൽ വഞ്ചനയില്ല. പിന്നെ വേറൊരു കാര്യം, ഈ കാര്യം നമ്മൾ മൂന്നാളും മാത്രം അറിഞ്ഞാൽ മതി. കുമാരിനോട് പറഞ്ഞൂടെ? വേണ്ട, ഈ അടുത്തിടെയായിട്ട് കുമാരിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു കഴിവില്ല. അന്ന് വേണ്ട, അമ്മയോടൊന്ന് പറഞ്ഞേക്കാം അല്ലേ? പറഞ്ഞു പോവരുത്. അതിൽ നല്ലത് ആകാശവാണിയിൽ വാർത്തയിൽ കൊടുക്കുക. വേണ്ട, ഒന്നും വേണ്ട. കള്ളൻ. എന്നാലും നമ്മളെ കുറിച്ചുള്ള അവന്റെ ധാരണ നോക്കി. അവളവന് പറ്റിയ ഭാര്യ കേട്ടോ, മരതകം. വിടരുത് പുണ്ണേ, വിടരുത്. അമ്മേ, അമ്മേ. എന്താ മോനെ? ഈ സ്നേഹത്തോടെ ഇങ്ങനെ അമ്മ വിളി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സങ്കടം. എന്റെ മക്കൾ വിഷമിക്കണ്ട കേട്ടോ. അതല്ലമ്മേ, ഞാൻ അമ്മയുടെ മാലയും മോഷിച്ചിട്ട് പോയില്ലേ? ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തിരിച്ചു വരുമ്പോൾ ഒരു 5 പവന്റെ മാല മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. സാരമില്ല മോൻ വിഷമിക്കണ്ട. അമ്മയ്ക്ക് എന്തിനാ ഇനി വയസ്സുകാലത്ത് സ്വർണം? അതൊക്കെ അമ്മക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ ലോകത്തുനിന്ന് പോണതിന് മുമ്പ് എൻ്റെ അമ്മക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്ത് കാര്യം? അതായത് അമ്മേ, അയ്യോ, ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിരിക്കാ. ഉമ്മ അമ്മയായിട്ട് ഇങ്ങനെ. അതെ, എപ്പോഴും അപ്പച്ചായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന മരതകമൊക്കെ കാണണ്ട കേട്ടോ. അവള് കണ്ടെന്താ കുഴപ്പം? കണ്ടെന്തപ്പോ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു തരണോ? എടാ ഉത്തമ, നീ എനിക്ക് ഏതാണ്ട് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒന്നുമില്ല. പോടാ, ചുമ്മാ നീ പറയല. എന്താണ് അമ്മയും മോനും ഞങ്ങൾ ആരും അറിയാതെ ഒരു ഇടപാട്? അല്ല, അത് വേറൊന്നും അല്ല. ഞാൻ എന്തായാലും മരിക്കാൻ പോവാണല്ലോ. അപ്പൊ ഞാൻ എന്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്തു. ആണോ? അല്ല ഉത്തമേട്ടാ, ഈ അസുഖം ബാധിച്ച് മരിച്ചവരുടെ അവയവങ്ങളെ അങ്ങനെ ദാനം ചെയ്യാൻ പറ്റുമോ? അല്ല, കൊറേയൊക്കെ എടുക്കും. അവര് തുറന്നു കാണുമ്പോഴത്തേക്ക് നല്ലത് നോക്കി അവർ ചെകഞ്ഞെടുക്കും, എന്നിട്ട് അതൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഈ എന്റെ അവയവങ്ങൾ കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ വലിയൊരു എമൗണ്ട് കിട്ടും. അത് ഞാൻ എന്റെ അമ്മയുടെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചേക്ക്. വിൽപ്പത്രം എഴുതിയോ? പിന്നെ സമയം കിട്ടിയപ്പോ അത് എഴുതി. ഇല്ലെങ്കിൽ ഞാൻ ചത്തു കഴിയുമ്പോ നിങ്ങൾ തെക്കോട്ടും വടക്കോട്ടും കിടന്ന് ഓടേണ്ടി വരും. അത് ശരിയാ. എന്തിനാ മക്കളെ നീ അമ്മയോട് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നത്? അമ്മ മിണ്ടണ്ട, ഇതൊരു മകന്റെ കടമയാണ്. അത് ചെയ്തില്ല എനിക്ക് സമാധാനം മരിച്ചു പോകാൻ പറ്റും. അവിടെ പോയ സമാധാനം കിട്ടുമോ? അപ്പൊ ഉത്തമേട്ടൻ പറയുന്ന അനുസരിച്ച് അപ്പച്ചക്ക് വലിയ എന്തോ വരാനുണ്ട്. വലുത് വരാനുണ്ടെന്നോ? അല്ല, അങ്ങനെയല്ല, അപ്പച്ചക്ക് വലിയൊരു തുക വരാനുണ്ടെന്ന്. തുക വലിയ എമൗണ്ട് അല്ലേ? ഇത്ര അവയവങ്ങൾ പോണല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എഴുത്തുകുത്തിന് വേണ്ടിയിട്ട് ഒരു 5000 രൂപ ചെലവുണ്ട്. അത് അമ്മ എനിക്ക് തന്നെ. അല്ല, 5000 രൂപയൊക്കെ ആവും ഇതിനൊക്കെ? പിന്നെ കിഡ്നി 2 ഉണ്ടല്ലോ, ബാക്കി എല്ലാത്തിന്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാ അവയവത്തിന്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞു, കാശിന് കഴിഞ്ഞു. കിഡ്നി 2 ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ സംഭവം ഇങ്ങനെ ആയിരുന്നു. അപ്പൊ കിഡ്നിക്ക് കാശ് കഴിഞ്ഞില്ല. അതിന്റെ ഒരു 5000 കൂടി കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ബാക്കി ഇത്രയും പൈസ നമുക്ക് കിട്ടും. അല്ല, ഇതിപ്പം മരണശേഷം ഞങ്ങൾ ചെയ്താലും മതിയല്ലോ. അതല്ല, ജീവിച്ചിരിക്കുമ്പോ ഞാൻ ചെയ്താൽ എന്റെ അമ്മക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നാവൂലേ? അപ്പൊ നിങ്ങൾ ചെയ്തെന്നല്ലേ ആവുള്ളൂ. അതിന് വേണ്ടിട്ട് ഇനിയിപ്പോ ഉത്തമേട്ടൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഉത്തമേട്ടനെ ഇപ്പൊ സമാധാനമായിട്ട് മരിക്കാൻ തയ്യാറെടുക്കുക, അതാ ഇപ്പൊ ചെയ്യണ്ടേ. അല്ല, നേരത്തെ ഷാഹിന മോൾ ഇങ്ങനെയല്ല പറയണ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. അത് ഉത്തമേട്ടാ, എന്തായാലും സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഉത്തമേട്ട എന്തായാലും മരിക്കും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? അപ്പച്ചി, ഞാൻ കാര്യമുള്ള കാര്യമല്ലേ പറഞ്ഞേ. ഉത്തമേട്ടൻ തന്നെയല്ലേ നമ്മളോട് ഇതൊക്കെ പറഞ്ഞേ. അതെ, അപ്പൊ ഈ 5000ന്റെ കാര്യം അത് ഞങ്ങളേറ്റും, ഞങ്ങൾ ചെയ്തോളാം കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങളേറ്റു. അത് നിങ്ങളേറ്റോ? കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും മനസ്സിന്. അപ്പൊ എന്തായാലും ഞാനിപ്പോ അമ്മേനോട് ചോദിച്ചൊരു 5000 ഉണ്ടല്ലോ, അത് ഞാൻ അമ്മേനോട് മേടിച്ചിട്ട് എനിക്ക് കുറച്ച് കടങ്ങൾ വീട്ടാണ്ട് മരിക്കും മുമ്പ് ഞാൻ അതൊക്കെ വീട്ടിക്കോട്ടെ. അയ്യോ, അത് പറ്റില്ല. മരണശേഷേ കടങ്ങളൊക്കെ ബന്ധുക്കളാ വീട്ടുന്നത്, അതാ പതിവ്. അല്ല, ഇതിപ്പോ ഞാൻ ഇല്ലാതെ നിങ്ങൾ ചെല്ലുമ്പോ അവര് പറ്റിക്കും നിങ്ങൾ. ഏയ്, അതൊന്നും പറ്റിക്കില്ല. മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഒരു ലിസ്റ്റ് എഴുതി തന്നാ മതി കടങ്ങളുടെ ഒക്കെ. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് വീട്ടിൽ കളാം, ആരും പറ്റിക്കൂല.
ആണല്ലേ? ആ ഇതൊക്കെ ഓർത്ത് വെറുതെ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇല്ല, ഞാൻ ഓരോന്ന് തീർക്കണമല്ലോ നമുക്ക് അതിന്റെ. ഉത്തമേണ്ണേ ഇപ്പൊ പോയി കിടക്ക്, കുറച്ച് കഴിയുമ്പോ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ. അത് കഴിക്കണം. ആ അതുകൊണ്ടേ ഇപ്പൊ പോയിട്ട് സമാധാനായിട്ട് മരണത്തെ പറ്റി ആലോചിച്ച് കിടക്ക്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? ഞാൻ എവിടെന്നാ വന്നേന്നാവൂ? അതാ അവിടെ മേലെ മുറിയുന്നു. ശരി എന്നാ പോയി കിടക്കുത്തമേട്ടാ. 5000 കഴിക്കാറാകുമ്പോ വരാല്ലേ? 5000 അല്ല, ഭക്ഷണം. അപ്പച്ചി, അപ്പച്ചിയുടെ മോനുണ്ടല്ലോ, മോന് ഒരു പാവ. അതേടി, അവനൊരു പാവോ. അതെ, പാവ. ഉത്തമനിക്ക, ഉത്തമനിക്ക. ജമാലോ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? കേറി വാ. ഇല്ലല്ല, ഉത്തമനിക്കല്ലേ? ഉണ്ട്. ഒന്ന് വിളിക്കോ? എന്താ കാര്യം? ഒരു സീരിയസ് ആയ കാര്യം ഉത്തമനിക്കനോട് പറയാൻ പറ്റുള്ളൂ. അല്ല, ഉത്തമനിക്ക ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? പുറത്തേക്കൊക്കെ ഇറങ്ങലുണ്ട്. ദേ ജമാലു, ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമാവെ ഒന്നെങ്കിൽ ഉത്തമൻ അണ്ണാന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഉത്തമൻ ചേട്ടാന്ന് വിളിക്കണം. അല്ലാതെ ഈ ഉത്തമനിക്ക എന്നുള്ള വിളിയുണ്ടല്ലോ, മാമാവക്ക് തീരെ ചേരുന്നില്ല. അതെന്താന്നറിയോ? അത് ഉത്തമൻ എന്നുള്ള പേരിന്റെ പ്രശ്ന. ഇക്കയ്ക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അല്ല, അല്ലേലും ഇപ്പൊ മാമാന്നോ അണ്ണാന്നോ ചേട്ടാന്നോ എന്ത് വിളിച്ചിട്ട് എന്ത് കാര്യമാണ്? ആളിനി അധിക നാളില്ലല്ലോ. വല്ലാത്തൊരവസ്ഥയാ മനുഷ്യന്റെ. ഒന്ന് വിളിച്ചേ. മാമാ, മാമാ, ദേ ജമാലു വന്നിരിക്കുന്നത്. ഇപ്പൊ വരെ. ജമാലേ, അപ്പൊ നീ ഇന്ന് കേബിൾ ഓഫീസ് പോയില്ലേ? മൂന്ന് വഴിയാ. ഉത്തമനിക്ക് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. ഉത്തമനെ കാണാനേ ഇപ്പൊ എത്ര ആൾക്കാരെ തറവാട്ടിലേക്ക് വരണമെന്ന് അറിയോ? അപ്പുണ്ണി, നമ്മൾ പയറ് പോലെ നടക്കുമ്പോ നമ്മളെ കാണാൻ ആരും വരില്ല. ആരെങ്കിലും വരണമെങ്കിൽ എന്ത് ചെയ്യണം? കിടപ്പിലാവണം. അപ്പം വരികയും ചെയ്യും, കൂടെ ആപ്പിളും മുന്തിരി ഉണ്ടാവുകയും ചെയ്യും. അത് നീ പറഞ്ഞത് നേരാ. ഉത്തമ അവിടെ വെറുതെ ഇരുന്നപ്പോഴേ ഉത്തമനെ കാണാൻ ആരും വരില്ലായിരുന്നു. ഇപ്പൊ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞപ്പോ എത്ര ആൾക്കാരാ വരണേ? മരിക്കാൻ കിടക്കുമ്പോന്നോ? ദേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ പറയല്ലേ. അല്ലാതെ ഉറപ്പല്ലേ, പിന്നെ പറയണെന്താ കുഴപ്പം? അതെ, എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അപ്പുണ്ണി, വേണേൽ അധിക സമയമില്ലാത്ത ആളെന്ന് പറയാം. അപ്പൊ അധിക സമയമില്ലാത്ത ആളവിടെ ഇപ്പൊ വരും. മാമാ, മാമാ വരച്ചല്ലോ. ആ ജമാല, നീലപ്പോ ഒന്നും എല്ലാരും ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഉത്തമനിക്ക് ഒന്ന് കാണാൻ വരണമെന്ന്, പക്ഷെ താല്പര്യമില്ല. അല്ല, സമയം കിട്ടാറില്ല. എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും സമയം കിട്ടിയല്ല, അത് ഭാഗ്യം. ഞാൻ എന്തായാലും വന്ന കാര്യം നേരിട്ടങ്ങ് പറയാം. മുഖപൂരൊന്നുമില്ല. ഉത്തമനിക്ക് എന്തായാലും ചത്തുപോകല്ലോ. ചാകുന്നതിന്റെ മുന്നേ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എന്താണാവോ? നമ്മളെ തമിഴ് സിനിമ കാണാൻ തുടങ്ങുന്ന ആ കാലം തൊട്ടേ ഉള്ളൊരു മോഹമാണ് ഉത്തമനിക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു സ്കൂട്ടർ എനിക്കും വാങ്ങിക്കണമെന്ന്. ഓ എന്റെ ദൈവമേ, നീ ഇതിന് അനുവാദം ചോദിക്കാനാ വന്നത്? ഇത് കേട്ടാ പറയുന്നത് എന്തൊക്കെ ഇവിടെ നടക്കണത്. അതിന് നീ വാങ്ങിക്കോ, ആ വണ്ടി ഇപ്പൊ ഇവിടെ കിട്ടുമല്ലോ. അല്ല, അനുവാദം ചോദിക്കാൻ വന്നല്ല. ഉത്തമനിക്ക് എന്തായാലും ചത്തുപോകല്ലോ. അപ്പൊ അതിന്റെ മുന്നേ ആ വണ്ടി എനിക്ക് തരികയാണെ ഞാൻ ഉത്തമനിക്ക് എന്റെ ഓർമ്മയ്ക്ക് നാട് മുഴുവൻ ഓടിച്ച് നടക്കും. ഓ അത് ശരി. അപ്പൊ മുത്തി ചത്ത് കട്ടിലൊഴിയാൻ നോക്കിയിരിക്കാ നീ വണ്ടി കൊണ്ടുപോകാനായിട്ട്? അതെ, ആ വണ്ടി തരാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള വണ്ടിയാ. ഈ വണ്ടി എനിക്ക് ഇവിടെ അപ്പ തന്നാണ്. ആദ്യം ഇവിടെ അപ്പന്റെ വണ്ടിയായിരുന്നു. പുള്ളി മരിച്ചപ്പോ നേരെ അത് ഇവിടെ അപ്പന് കൊടുത്തു. അവളുടെ അപ്പം മരിച്ചപ്പോ നേരെ അത് എനിക്ക് തന്നു. അപ്പൊ ഉത്തമനിക്ക് മരിക്കുമ്പോ നേരെ എനിക്ക് തരുന്നു. അല്ല, നീ എന്റെ അനന്തരക്കാരനാണോ നിനക്ക് തരാൻ? അല്ല, വണ്ടിയൊന്നും തരാൻ പറ്റില്ല. ഉത്തമ, അതങ്ങോട്ട് കൊടുത്തേക്ക്. നീ ഇപ്പൊ ചത്തു കഴിഞ്ഞാലും പരലോകത്തേക്ക് വണ്ടി കൊണ്ടൊന്നല്ലോ പോണത്. അതെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ചത്ത കാര്യം പറയണത്? നീ എന്നല്ലേ പറയണത്? ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചക്കപ്പുറം എന്തായാലും നിങ്ങൾ പോകാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ പോയി മുകളിൽ എത്തിയിട്ട് ആ വണ്ടിക്ക് തരണ വിചാരിച്ചാൽ നടക്കുവോ? മാമാവിടെ വണ്ടി തരൂല. മാമാവുക്ക് എന്തെങ്കിലും സംഭവിച്ച മാമാവിടെ ഓർമ്മയ്ക്ക് എനിക്ക് ആ വണ്ടി വേണം. കേട്ടല്ല, ഇത് മരതകത്തിന്റെ ഇമോഷണൽ പ്രോപ്പർട്ടിയാ, അതുകൊണ്ട് വണ്ടി തരില്ല. ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് മരതകാക്കി തരാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കാലോ. വണ്ടി തരമാട്ടെ. എന്ത് കഷ്ടാണ് പുണ്ണി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവ വെറുതെ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ തരാൻ ബുദ്ധിമുട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒറ്റ പൈസ 5000 രൂപ ഞാൻ അങ്ങ് തരും. ഞാൻ വാങ്ങും, പക്ഷെ വണ്ടി തരില്ല. വണ്ടിയുടെ 2 ടയർ തരാം. ടയർ കിട്ടിയിട്ട് എന്താക്കാനാ? ഞാൻ ഉരുട്ടി കളിക്കാനോ? നീ ഉരുട്ടി കളിക്കോ, ചപ്പാത്തി ഉണ്ടാക്കി തിന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാനൊരു കാര്യം ചെയ്യാം, 1000 രൂപ കൂട്ടി 6000 രൂപ തരാം. അപ്പുണ്ണി, ആ തൂമ്പയിൽ ചോര പറ്റണമെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോയേ. ജമാലേ,
നീ പൊക്കോ. അവൻ ചത്തു കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്യാം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ചാവണ കാര്യം പറയണത്? ജമാലേ നീ ചെല്ല്. 3 വെള്ളിയാഴ്ചക്ക് അപ്പുറം പോവല്ലേ? ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞതാ വണ്ടിക്ക് കിട്ടും കേട്ടോ. പോയിക്കോ പോയിക്കോ. അതേ എല്ലാം പൊത്തി പിടിച്ചിരുന്നോട്ടോ, പോകുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക്. എന്റെ ദൈവം, ഇത് എന്താണ് ഇവിടെ നടക്കണത്? ഒരാള് ചാവാൻ പോണെന്ന് പറയുമ്പോ സങ്കടമല്ലേ വരേണ്ടത്? ഇതെല്ലാരും കൂടെ ഉത്സവമാക്കി എടുത്തേക്കേ. അതെ, ആ പുണ്യ തൂമ്പയും കൊണ്ട് പോണതേ എന്നെ കുഴിച്ചും കൂടെ നേരത്തെ തന്നെ കുഴിവെട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ആയിരിക്കും മാമ. അയ്യോ, ഇനിയിപ്പോ ഈ 3 വെള്ളിയാഴ്ച കൊണ്ട് ഞാൻ ചത്തില്ല, ഇവൻ എന്നെ ജീവനോട് അതിലിട്ട് മൂടും. നീ വാ. എങ്ങോട്ട് പറയട്ടെ. ഇതിങ്ങനെ ഇങ്ങോട്ട് നീ അതിന്റെ ഇടയിട്ട് പോണ എന്തിനാണ്? എന്തെങ്കിലും പ്രശ്നം അത് പറ. നീ വന്നട പറയാന്ന്. അങ്ങോട്ട് പോകണ്ട, അവിടെ എന്തെങ്കിലും കൂടി പാമ്പിനെ കണ്ട. നീ എവിടെയെങ്കിലും നിന്നൊന്നും പറ. എടാ, എന്തെങ്കിലും രഹസ്യം പറയാന്ന് വെച്ചാ ഈ തറവാട്ടിൽ ഒരു സ്ഥലമില്ല, പക്ഷെ ഈ തറവാട്ടിൽ മൊത്തത്തിൽ നടക്കുന്നത് രഹസ്യം. നീ കാര്യം എന്താ പറഞ്ഞ? നിനക്ക് മരിക്കണതിന് മുമ്പ് എന്നോട് എന്തെങ്കിലും രഹസ്യം പറയണ്ട. രഹസ്യമല്ല, എനിക്കൊരു പരിഭവം പറയാനുള്ളത്. പരിഭവോ? ആരോട് പറയാൻ? നിന്നോട്. എന്തു പരിഭവം? എടാ, ഒരാളും മരിക്കാൻ കിടക്കുമ്പോ എല്ലാവരും അവന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. നീ മാത്രം എന്നെ വിഷ് ചെയ്തില്ല. വിഷയേ? എടാ വിഷയം നിന്റെ ബർത്ത്ഡേ എന്നല്ലല്ലോ, മരണമല്ലേ? അതല്ല, അവസാനത്തെ ആഗ്രഹം എന്താന്ന് എന്നോട് ചോദിച്ചില്ലാന്ന്. അത് ഞാൻ ഭയങ്കര ദമ്മായി പോയി. അത് ഞാൻ ചോദിക്കാത്ത കാരണം എന്താ അറിയോ? നീയേ കൊക്കിലോ നിങ്ങാട്ടൊക്കെ പറയും. പിന്നെ അതുമല്ല, നീ മരിക്കാൻ പോകുമ്പോഴും നിനക്ക് ആർത്തി കുറച്ച് കൂടുതലാ, അതുകൊണ്ടാ. അപ്പുണ്ണി, നിനക്ക് 10 പൈസ ചെലവാക്കാതെ എന്റെ ഒരു ആഗ്രഹം നടത്തി തരാൻ പറ്റുമോ? എന്താ പറ. അതേ, എനിക്ക് ഉത്തരേനെ ഒന്നും കൂടി കാണിച്ചു തരൂ. നീ കൈയെടുത്തേ. എന്താടാ? കൈയെടുക്കടാ. ഉത്തര നിന്നെ ചികിത്സിക്കണ ഡോക്ടർ വരുന്ന പറഞ്ഞേ? ഡോക്ടർ മുത്തുവേൽ പാണ്ടി. ഈ മുത്തുവേൽ പാണ്ടി നിനക്ക് എത്ര ആയുസ് പറഞ്ഞിരിക്കണേ? 3 വെള്ളിയാഴ്ച. ഒരു വെള്ളിയാഴ്ച തേക്കൂല നീ അവളെ കാണാൻ പോയാട്ടോ. അവളുടെ ആങ്ങളമാര് കലിതുള്ളി നിൽക്കുക, നിന്നെ കണ്ടാല് പിച്ച് ചീന്താൻ. എടാ, എന്നെ പിച്ച് ചീന്തനെ നീയല്ലേ അവളെ വിളിക്കാൻ പോണത്? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരണ്ടേ? നീയല്ലേ അവളോട് സംസാരിക്കാൻ പോണേ? ഡെഫിനറ്റ് ആയിട്ടും കൊണ്ടുവരണം. അപ്പൊ അവര് കാണും. അപ്പൊ നിന്നല്ലേ തല്ലുള്ളൂ, എന്നെ എങ്ങനെ തല്ലണത്? അപ്പൊ നിന്നെ കാണുമ്പോ നിന്നെ തല്ലൂലേ? പിന്നെ വേറൊരു കാര്യം, അവള് ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, മരുതൊക്കെ നിന്നെ തച്ചുവല്ലോ. അപ്പൊ നിന്നെ ഈ വെള്ളിയാഴ്ച കൂടി ഉണ്ടാവില്ല നീ. ഇത് വെറുതെ ഒന്ന് കണ്ടാ മതി. ഒരു മരിക്കാൻ പോണ ഒരാളുടെ ആഗ്രഹമല്ലേ? കഴിഞ്ഞാണ് അവളോട് ഒന്ന് കാണിച്ച പുകിലൊക്കെ നിനക്ക് അറിയാലോ. അത് അറിഞ്ഞിട്ടും നീ നിന്നിനെ മെനക്കെടുന്നുണ്ടെങ്കിലേ അവക്കല്ല പ്രശ്നം, നിന്റെ തലക്കാ പ്രശ്നം. എടാ, അത് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വിട്ടല്ലേ? നമ്മളാ? ആര് നമ്മള്? ചീത്ത കേട്ട മുഴുവൻ എനിക്കല്ലേ, നീ മുങ്ങിയില്ലേ തെണ്ടി? എടാ, ഞാനന്ന് മുങ്ങാതെ ഇവിടെ നിന്നാലുണ്ടല്ലോ, ഇപ്പൊ നീ ചീത്തയല്ലേ കേട്ടുള്ളൂ. തല്ലുകൊണ്ട് നാശായനെ. എന്റെ നാവ് അങ്ങനെയാണ്. ഉത്തമ, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവള് നീ നിന്നെ കാണാൻ കണ്ടു വരുന്നില്ല. എടാ, നീ കാണണം. നീ ഒന്ന് പോയി പറഞ്ഞാ മതി, എനിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നു. അതൊക്കെ ഞാൻ നില പറഞ്ഞു. നീ അവളെ കണ്ടാ? ഞാൻ നില കണ്ടു. എന്നിട്ട് സർപ്രൈസ് വെച്ചിട്ടിരിക്കുന്നല്ലേ? കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് മാറാരോഗാണെന്ന്. അപ്പൊ അവള് ഓടി വരണ്ട? അവള് ഓടിപ്പോയി. അവള് ഇന്ന് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു മാറാരോഗ്യെ കാണാൻ അവള് വരുന്നില്ല, അവൾക്ക് രോഗം പടർന്നൊക്കെ. എന്നാ ഞാൻ നേരിട്ട് വീട്ടിൽ പോയി കാണും. എവിടെ? അവളുടെ വീട്ടില്. അതിന് അവളിവിടെ ഇല്ല. അവളവിടെ പോയി. അവള് ചേർത്തല അവളെ ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോയി. എന്നെ കാണാതിരിക്കാനാ? ഇനി അവള് നീ മരിച്ചിട്ട് അറിയിച്ചാ മതി, അപ്പ വരാന്ന് പറഞ്ഞേ. എന്നാ എനിക്ക് വേറൊരു അവസാനത്തെ ആഗ്രഹമുണ്ട്. എന്താ? നമുക്കൊന്ന് ചേർത്തല വരെ പോയാലോ? എടാ ഉത്തമ, ഇനി നീ മോഹം പറഞ്ഞാണ്ടല്ലോ, ചോറിന് വിഷമില്ലാന്ന് കൊല്ലി ഞാൻ നിന്നെ. ഞാൻ ഊണ് കഴിച്ചായിരുന്നു. എടാ, ചാവാൻ പോകുമ്പോഴെങ്കിലും ഇത്രയും മനസ്സുമാനതാടാ, ഇല്ലെങ്കിൽ തല്ലി കൊല്ലും ഞാൻ നിന്നെ. ഇതാരെ തല്ലി കൊല്ലേണ്ട കാര്യടാ നീ പറയണത്? അമ്മവാ, ഇവന്റെ ഓരോ അന്ത്യാഭിലാഷങ്ങളെ. ഉത്തമന്റെ അന്ത്യാഭിലാഷോ? അന്ത്യാഭിലാഷൊക്കെ അപ്പൊ പറയാൻ സമയമായോ? അപ്പൊ സമയം എടുത്തോ? അല്ല, അടുത്തതല്ല, സമയമില്ല. കാരണം കുറെ പേരോട് പറയണ്ടേ. കുറച്ചു പേർക്ക് മെസ്സേജ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ പറയുക. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെ തീരുമാനത്തിലെത്തിയില്ലേ? എന്താ നിന്റെ അന്ത്യാഭിലാഷം? അതെ, ഞാൻ പറഞ്ഞോളാം. എന്താ? അമ്മവാ, അവന് ഉത്തരേ കാണുന്നു. എന്താണ് ഉത്തരേ കാണുന്നു? ഒരു മിന്നായം പോലെ കണ്ടാ മതി. ഉത്തരം മുട്ടിക്കണ ചോദ്യങ്ങൾ ചോദിക്കലടാ ഉത്തമ. വേറെ എന്തൊക്കെ കാര്യം ഉണ്ട് പറയാനായിട്ട്? ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അമ്മാവനും കൂടെ കൂടെ എന്നൊരു ധൈര്യമായി. അമ്മാവനും കൂടെയാ? എന്താ? അവനിപ്പോ എന്താ ചാവാൻ പോവല്ലേ, പിന്നെ ആരെ കുടിക്കാൻ എന്താ കുഴപ്പം? നീ ആ വക കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ? മാമ നടത്തി തരുമോ? അത് നീ പറയേ. എനിക്കൊരു ഫുൾ ഫ്രൈ വേണം. അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഒരു കോഴി ഫ്രൈ അല്ല, അതൊക്കെ ഞാൻ മേടിച്ചു തരാം. കോഴിയല്ല, ആട്. എടാ, കോഴിയാണ് ഇങ്ങനെ കാണിക്കുന്നത്, ആട് എന്ന് പറഞ്ഞ എങ്ങനെ? അതല്ലേ വലുത്. അതിന്റെ ഒരു ഫ്രൈ. എടാ, ഏത് സമയം ഈ തീറ്റക്കാരി അല്ലാണ്ട് വേറെ ഒന്നും നിനക്ക് പറയാല്ലേ?
നീയോ ചാവും. നീ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ വന്നിട്ട് എന്തായിരുന്നു ഉത്തമന്റെ അന്ത്യാഭിലാഷം എന്ന് പറയുമ്പോ ആട് ഫ്രൈ ചോദിച്ചു, ആന ഫ്രൈ ചോദിച്ചു എന്നൊക്കെ പറയാൻ പറ്റും ആൾക്കാരുടെ അടുത്ത്. ഇത്തിരി ലളിതായിട്ട് എന്തെങ്കിലും പറ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാർ തന്നെ വന്നിട്ട് ചോദിച്ചിട്ട് എന്തായിരുന്നു ഉത്തമന്റെ അന്ത്യാഭിലാഷം, അവന് ഭക്ഷണമായിരുന്നു, അത് കൊടുത്തില്ല, അങ്ങനെ പട്ടണി കിട്ടാ കൊന്നേന്ന് പറഞ്ഞ തറവാട്ടല്ലേ മോശപ്പേര്. നീ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ വേണ്ടി ചോദിക്കണ സാധനം ആട് ഫ്രൈ. എന്റെ ഉത്തമ, നീ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമല്ല ചോദിക്കണേ, ഒരാണ്ടിലേക്കുള്ള ഭക്ഷണം ചോദിക്കണേ. ചുമ്മാ ഒരാണ്ട് ഞാൻ ഉണ്ടാവില്ല, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഞാനത് ഫിനിഷ് ചെയ്തോളാം. എന്തെന്നാ അവനോടൊക്കെ പറയാ, വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയട്ടെ, അങ്ങനത്തതല്ല. എന്നാ പിന്നെ എനിക്ക് അന്ത്യാഭിലാഷം ഒന്നുമില്ല. അതെ, എന്നാ നിനക്ക് അന്ത്യാഭിലാഷം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയാം. ഏയ് അതെങ്ങനെ നീ പറയാ? അവനല്ലേ മരിക്കാൻ പോണേ, അപ്പൊ അവനല്ലേ അന്ത്യാഭിലാഷം പറയാ. അവനില്ലാഞ്ഞിട്ടല്ല മാവാ, അപ്പൊ എനിക്ക് പറഞ്ഞൂടെ? എന്താ നിന്റെ ആഗ്രഹം? അതെ, നമുക്കൊന്ന് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകണം. കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവുക? അതെങ്ങനെ? നീ എന്റെ കൂടെ ഗോലി കളിക്കണം. അയ്യോ, അത് വേണ്ട. അത് വേണം. അത് വേണ്ട. അത് വേണം. ഏയ് എടാ, ഒരു കളിയല്ലേ, അതങ്ങോട്ട് കളിച്ച് ജയിച്ചിട്ട് മരിക്കട ഉത്തമ. അയ്യോ, ഞാൻ തോറ്റ, അവനാ ജയിച്ചത്. ഇല്ല, അവര് ഗോട്ടി കുഴിക്കകത്ത് വീഴ്ത്തിയില്ലേ, അപ്പൊ അവര് തോറ്റ്, നമ്മള് ജയിച്ചു. അയ്യോ, നേരം വെളുത്ത് ഈ സമയം വരെ ഇത് കണ്ടിട്ട് നിനക്ക് ഒന്നും മനസ്സിലായില്ലല്ലേ? ആ കുഴിയിലിട്ടപ്പോ അവൻ ജയിച്ചു. ആണോ? എന്നാ പിന്നെ മാമനും കുഴിക്കകത്തിട്. അതല്ലേ പറ്റാത്തത്, അവൻ ജയിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അപ്പുണ്ണി ജയിച്ച് ബ്രേക്ക്. ബ്രേക്കാ? ഊണ് കഴിക്കണ്ടേ? രാവിലെ കാപ്പി കൂടി കഴിച്ചപ്പോ തുടങ്ങിയ കളിയത്. വയറ് കത്തുവാ. അതെ, വിശന്നിട്ട് കത്തുന്നൊന്നും ആയിരിക്കൂല, അപ്പുണ്ണന്റെ അടി കൊണ്ടിട്ടായിരിക്കും. അയ്യോ, അതെ, നീ കൈ വെച്ചേ. എടാ പുണ്ണി, മരിക്കാൻ പോണ ഒരാളെ ഇങ്ങനെ ഗോലി കളിച്ച് തോപ്പിക്കണടാ. ഇവിടെ അച്ഛനും മോനൊന്നും ഇല്ല കേട്ടോ. അച്ഛനും മോനും അല്ല, ജീവിച്ചിരിക്കുന്നവനും മരിക്കണമെന്നും ഇല്ല, മുന്നിൽ എതിരാളി മാത്രമേ ഉള്ളൂ. എത്തുക, നീ കൈ വെച്ചേ. നീ എന്റെ കൈ കിട്ടുന്നു നോക്കിയേ. നീ അടിച്ചടിച്ച് ഇതിപ്പോ എക്സ്ട്രാ എടുത്ത സൂര്യൻ ഉദിച്ച പോലെ ഉണ്ടാവും. അതെ, ജയിക്കണം. തോറ്റാൽ അങ്ങനെയാണ്, തോറ്റാൽ 5 അടിയാണ് ഇവിടെ നിയമം. ആ നിയമം ഒന്നും തെറ്റിക്കാൻ പറ്റില്ല അല്ലേ? ഈ കളിക്ക് നീ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താ. ഒരു വിട്ടുവീഴ്ചയല്ല. ഉത്തമേട്ടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയിരിക്കും. മാമ ഇത്തവണ കൂടെ മാമ ഇരിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം നീ ഇരുന്നോളൂ. അതല്ല, അടുത്ത കളിയിൽ മാമ കണ്ടിപ്പ ജയിക്കും. ചെല്ല്. ജയിക്കും. എടി, ഈ കളിയിൽ അവനെ തോപ്പിക്കാൻ പറ്റില്ല. ഗോലി കളിയിൽ അവൻ സച്ചിൻ ടെണ്ടുൽക്കറാ. ആണോ? ഈ ഗോലികളെ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലൊക്കെ കളിയായിട്ട് വന്നിരുന്നെങ്കിലേ ഞാൻ ചാമ്പ്യനായനെ. വേണോടാ? നീ ഇരിക്കടാ. പയ്യടിക്കണോട്ടാ. പയ്യടിക്കണോ ഉറക്കടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. കൈ മാറ്റരുത് കേട്ടോ. പയ്യടിക്കണോട്ടാ. കൈ മാറ്റരുത്. പയ്യടിക്കണേ. അയ്യോ, അതെ, കരഞ്ഞ കഴിഞ്ഞ അടുത്ത കൈ വെക്ക്. വേണ്ട, ഈ അടിച്ച ഞാൻ തല കറങ്ങി വീഴും. 5 അടിയുണ്ട് ഉത്തമ, നീ കൈ വെക്ക്. നീ എന്റെ തല തളവാൻ കൈക്കെട്ടടി കൊണ്ടത്. ഉത്തമേട്ടാ, ആ കൈ വയ്ക്ക്, മറ്റേ കൈ വെക്ക്. അപ്പൊ എനിക്ക് ചോറ് തിന്നണ്ടേ? നീ കൈ വെക്കടാ. എടാ പയ്യ വെക്കും. എടാ, തോക്കുമ്പോ ഓർക്കണായിരുന്നു, അവിടെ വെക്ക്. നീ കൈ എനക്കാതെ വെച്ചോ ഉത്തമ. അപ്പണ്ണ മതി, അപ്പണ്ണ. ഒന്നുകൂടെ. അടുത്തത് മൂന്നാമത്തെ. വേണ്ട അപ്പുണ്ണേട്ടാ, അടുത്ത കളി തുടങ്ങുമ്പോഴേ 10 അടി ബെറ്റ് വെക്കണേ. 5 ഒരു ത്രില്ലില്ല കാണാൻ. നീ അവിടെ പോയി ഒരു 10 വെട്ടിക്കൊണ്ടു കൊടുക്കാൻ, അവൻ അതുകൊണ്ട് ഇരിക്കട്ടെ. അയ്യോ, നീ ഇരിക്കണ്ട, മൂന്നാമത്തേന്. നാളെ കളിക്കുമ്പോ ഇതും കൂടെ കൂട്ടിയടിച്ചു. അയ്യോ, പുണ്ണിന്റെ അടുത്ത കളി. അയ്യോ, കൈയിന്റെ അകവും പുറവും തിരിച്ചറിയാൻ പറ്റണല്ല. പുണ്ണി, പശു കിടന്ന് അമർന്നത് പഠിപ്പിനേക്കാവല്ലോടാ. അച്ഛ, അത് പശു അമറിയതല്ല, അപ്പുണ്ണിയേണ്ണ ഉത്തമേണ്ണ അടിച്ചിട്ടേ ഉത്തമേട്ടൻ കരഞ്ഞതാ. അയ്യോ, ഈ വയ്യാത്തവരെയാണോടാ നീ അടിക്കുന്നത്? ഈ സൂലാത്തനാണോ നീ അടിച്ചിട്ട് അടിച്ചത്? അങ്ങനെ ചോദിക്കമ്മ, എന്റെ കൈയിരിക്കണണ്ട. അയ്യോ അച്ഛാ, അവൻ എന്റെ കൂടെ ഗോലി കളിച്ച് തോറ്റു, അതിന് ഞാനിട്ട് അടിച്ചതാണ്. ഗോലി കളിക്കാൻ പറ്റിയ രണ്ടുപേരുടെ ഒരു പ്രായം.
അവന് മരിക്കണതിന് മുമ്പ് ഗോലികളി കളിക്കണം ഭയങ്കര ആഗ്രഹം, അത് സാധിപ്പിച്ചു കൊടുത്താ. എനിക്കാ നീ അല്ലടാ എന്നെ വിളിച്ചു വിളിച്ചുകൂടെ കൊണ്ടുവന്നത്. ഞാനാ ഇവനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. എനിക്കും താല്പര്യമില്ലായിരുന്നു. വെറുതെ കളഞ്ഞ പറയാ കേട്ടോ നീ. എന്തുവാ ഉത്തമ ഇങ്ങനൊക്കെ? എടാ എവിടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരാ ഇവിടെ. ഞാൻ അടങ്ങി വന്ന് കിടക്കായിരുന്നു. അവിടെ തന്നെ വലിച്ചോണ്ട് വന്നാ കൊടുക്കും. ഉത്തമ അച്ഛാ, അച്ഛൻ എവിടെ പോയതാ? മോളെ ഞാൻ അവന്റെ ജാതകം എടുത്തോണ്ട് ഈ ജോൾസിന്റെ അടുത്ത് വരെ പോയതാ. അപ്പൊ ഇവന് ഇനിയും കല്യാണം ആലോചിക്കണോ? എടാ കല്യാണം കഴിപ്പിക്കാനല്ലെന്ന്, അവന്റെ അസുഖത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യോ അമ്മാവ, എനിക്കിപ്പോ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല എനിക്ക്. അസുഖമുണ്ട്. എന്റെ ജാതകത്തിന് ഒരു കുഴപ്പമില്ല. നല്ല ദീർഘായുസാണ്. ദീർഘായുസം നിനക്കോ? അല്ല, എഴുതി വെച്ചേക്കണം അങ്ങനെ കറക്റ്റ് ആയിട്ടാണ്. പക്ഷെ ഇപ്പൊ എന്തോ തട്ടുകേട് സംഭവിച്ചിട്ട് ഇങ്ങനെ ആയി പോയതാ. എന്നിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ അച്ഛാ? ഉണ്ട് മോളെ. മക്കളെ, ശാസ്ത്രം നിന്റെ മുന്നിൽ തോറ്റ സ്ഥിതിക്ക് ഇനി വിശ്വാസം കൊണ്ട് രക്ഷയുള്ളൂ. എനിക്ക് അമ്മാവന് വിശ്വാസം ഉണ്ടല്ലോ. എന്നാ ഞാൻ പറയുന്നത് കേക്ക്. ഈ മണിപ്പൂരിലെ ഒരു വലിയ ബാബയുടെ ആശ്രമമുണ്ട്. ഏത് ബാബുവിന്റെ? ബാബു അല്ലടാ, ബാബ. അവരെയൊക്കെ അങ്ങനെ വിളിക്കുന്നത്. ഒരു ഭയങ്കര മലയുടെ മണ്ടയ്ക്കാണ് ഈ ആശ്രമം നിൽക്കുന്നത്. നീ ഒരു 5001 പടി ചവിട്ടി ആ മലയുടെ മുകളിൽ ചെന്നാ നിന്റെ ഇപ്പോഴത്തെ അസുഖം എല്ലാം മാറുമെന്നാ ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞത്. അത് കൊള്ളാലോ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് മണിപ്പൂർക്ക് പോവാം. ഉത്തമേണ്ണ 5001 പടി കയറുകയും ചെയ്യാം. എന്റെ പൊന്നു കൊച്ചേ, ഇതിന്റെ പകുതി സമയം വന്ന് എനിക്ക് ചത്ത് മൂളി ചെല്ലാനായിട്ട്. ഈ 5001 പടിയൊക്കെ കയറി വരും വേണ്ടല്ല. ഞാൻ വല്ല അറ്റാക്കും വന്ന് ചത്തുവും. മാമൻ എന്നെ കൊല കൊടുക്കാൻ കൊണ്ടുപോകണം. ഉത്തമോ, വിശ്വാസങ്ങളെ അവിശ്വസിക്കരുതടാ. എനിക്ക് അങ്ങനെ ഒരു അവിശ്വാസം ഇല്ല. പക്ഷേ